അക്കൗണ്ട്സ് മൊഡ്യൂളിൽ ട്രാൻസാക്ഷന് ശേഷം നെക്സ്റ്റ് വരുന്ന ഫോമാണ് റെസിപ്റ്റ്. ഈ ഒരു റെസിപ്റ്റ് ഫോം യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഓർഗനൈസേഷനിൽ വരുന്ന ചെറിയ രീതിയിലുള്ള റെസിപ്റ്റ് എമൗണ്ട് എല്ലാം റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റെസിപ്റ്റ് ഫോമിൻ്റെ ന്യൂ പേജാണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു ന്യൂ ഫോമിൽ നമുക്ക് റെസിപ്റ്റ് എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ റെഫറൻസ് നമ്പർ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി എനേബിൾ ആവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പാണ്. നമുക്കിവിടെ റെസിപ്റ്റ് എമൗണ്ട് കിട്ടിയ ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡേറ്റ്, നമുക്കിവിടെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് പാർട്ടി നെയിമാണ്. നമുക്ക് ഈ ഒരു റെസിപ്റ്റ് എമൗണ്ട് നമുക്ക് റിസീവ് ആയ പാർട്ടി നെയിം നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നെക്സ്റ്റ് വരുന്ന ബൈ അക്കൗണ്ട് ആണ്. നമുക്ക് ക്യാഷ് അക്കൗണ്ട് ആണോ ബാങ്ക് അക്കൗണ്ട് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പ് ക്യാഷ് ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് നെയിം ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഡേറ്റ് ഒന്നും നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. ഇനി അതല്ല ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പ് ചെക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഫീൽഡ് ഓപ്പൺ ആയിരിക്കും. നമുക്ക് ചെക്ക് നമ്പർ ആൻഡ് ചെക്ക് ഡേറ്റ് എല്ലാം നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് നരേഷൻ ഫീൽഡാണ്. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ റെസിപ്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഈ ഒരു നരേഷൻ ഫീൽഡ് യൂസ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു അക്കൗണ്ട് ഫീൽഡിൽ നമ്മൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെഡ്ജർ അക്കൗണ്ട് ഏതാണോ ആ റെസിപ്റ്റിൻ്റെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. റെസിപ്റ്റിൻ്റെ അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു നരേഷൻ ഫീൽഡ് കാണാം. ഇവിടെ നമുക്ക് നരേഷൻ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എത്രയാണോ എമൗണ്ട് റിസീവ് ആയത് ആ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് സെയിം പാർട്ടിയിൽ നിന്ന് തന്നെ മൾട്ടിപ്പിൾ റെസിപ്റ്റ് റിസീവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റെസിപ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ഫോമിൽ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം റെസിപ്റ്റ് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം സേവ് ആസ് വൗച്ചർ ആൻഡ് സേവ് ആസ് ഡ്രാഫ്റ്റ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. സേവ് ആസ് ഡ്രാഫ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്റ്റ് ഫോം ഡ്രാഫ്റ്റ് ആയിട്ടായിരിക്കും സേവ് ആവുന്നത്. അതിനുശേഷം ഡ്രാഫ്റ്റിൽ നിന്നും നമുക്ക് വൗച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതല്ല ഇനി ഇത് ഡയറക്റ്റ് വൗച്ചറായിട്ട് തന്നെ നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ആസ് വൗച്ചർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വൗച്ചർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്റ്റ് ഫോം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് സേവ് ആസ് വൗച്ചർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ട് സെർച്ച് പേജാണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു അക്കൗണ്ട് സെർച്ച് പേജിൽ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത റെസിപ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ എൻ്റർ ചെയ്ത റെസിപ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ സെർച്ച് ബാർ യൂസ് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഫിൽറ്റർ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ നമ്മൾ റെസിപ്റ്റ് എൻ്റർ ചെയ്തപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ ടൈപ്പ് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാം. ട്രാൻസാക്ഷൻ ടൈപ്പിൽ റെസിപ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ റെഫറൻസ് നമ്പർ, ഡെബിറ്റ് ലെഡ്ജർ ആൻഡ് ക്രെഡിറ്റ് ലെഡ്ജർ ഇവിടെ നമുക്ക് എനേബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ വന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത്. നെക്സ്റ്റ് ആ ഒരു റെസിപ്റ്റ് വൗച്ചർ നമ്മൾ വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മോർ ഓപ്ഷൻസിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു ട്രാൻസാക്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്നൊരു പ്ലസ് ഐക്കൺ ഉണ്ട്. ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ്റെ അക്കൗണ്ടിങ് എൻട്രീസ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ലെഡ്ജർ നെയിം, ഡെബിറ്റ് എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മളുടെ ഈ ഒരു റെസിപ്റ്റ് ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.